ഉണ്ടോ? ഇത് നമ്മുടെ വിജയകുമാരി ചേച്ചിയെ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ, ഇതാണ് ചേച്ചിയുടെ വീട്. ചേച്ചിയുടെ ഒരു കുഞ്ഞു വീട് ചേച്ചി കിടക്കാനുള്ള. ചേച്ചിയുടെ പശുക്കുട്ടികളെല്ലാം ചേച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ട്. രാത്രി ചേച്ചിക്ക് കൂട്ടവരാണ്. ചേച്ചിയുടെ പശുക്കുട്ടിയും ചേച്ചിയുടെ ആട്ടുകുട്ടിയും അവരെല്ലാവരും. ചേച്ചിയുടെ കിടപ്പും ഇവിടെ തന്നെയാണ്. ഉണ്ടോ? എന്താ വേണം, എന്തോ പേടി. എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് രാത്രി ചേച്ചിക്ക് പേടിയാവില്ല ഇവിടെ കിടക്കാനായിട്ടൊന്നും. ചേച്ചിക്ക് ഒരു പേടിയില്ല. അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരൊക്കെ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ചേച്ചി പേടിക്കുന്നത്? അവരെല്ലാവരും കൂട്ടിലുണ്ട്. ചേച്ചിക്ക് രാത്രി അവരുടെ സൗണ്ട് കേട്ടാലേ ചേച്ചിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ചേച്ചിയുടെ അടുക്കളയും എല്ലാം ഇവിടെ തന്നെ. ഇതല്ല ചേച്ചിയുടെ കൃഷികൾ. പശുവിനെ ഉണ്ടോ? എനിക്കും കിട്ടി കുമ്പളങ്ങ. ഉണ്ടോ? ചേച്ചി ഇതാ ഷീറ്റൊക്കെ വെച്ചാണ് മറച്ച് ചേച്ചിയുടെ വീട് വെച്ചിരിക്കുന്നുണ്ടോ? ഇത്തിരി ചേച്ചിയുടെ മുറ്റം ഇത്തിരി സ്ഥലമേ ഉള്ളൂ. അവിടെ ചേച്ചി എന്തൊക്കെ വയ്ക്കാമോ അതെല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ടോ? വയ്ക്കാം. ഉണ്ടോ? ചേച്ചിയുടെ വിജയകുമാരി ചേച്ചിയുടെ നെൽകൃഷി ഉണ്ടോ? ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചേച്ചി. അല്ലേ ചേച്ചി? ഇതെല്ലാം ഒറ്റയ്ക്കല്ലേ ചേച്ചിയുടെ ഈ വൃത്തിയാക്കിയതാണ്. അടുത്ത് ഇവിടെ ഓണത്തിനുള്ള പച്ചക്കറികൾ തന്നെ ചേച്ചി. ഓണത്തിന് പിടിക്കാൻ ഇത്തിരി പാടാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. ഉണ്ടോ? നെല്ല്, കരിമ്പ്, ചേന, ചേമ്പ് എല്ലാ സാധനവും ഉണ്ട്. കറിവേപ്പ് എല്ലാം നട്ടിട്ടുണ്ട്. ചേച്ചിക്ക് കൃഷി ചെയ്തോളാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് ഈ സ്ഥലമൊക്കെ തന്നിരിക്കുകയാണല്ലേ ചേച്ചി? ചേച്ചി കുറേ വർഷം കൊണ്ട് ഇവിടെ കൃഷി ചെയ്യുക, തുടങ്ങിയ കൃഷി. ഇതാണ് ചേച്ചിയുടെ സന്തോഷം. തുളസി വരെ. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല ചേച്ചി അങ്ങോട്ട്. എന്താ വെണ്ട നട്ടിക്കുന്ന ചേച്ചി. പട്ടികൾ തട്ടിയിടുന്ന കാരണം വേണ്ട. പയറ്, വെണ്ട, തക്കാളി, മുളക് എല്ലാം ചേച്ചി ഓണത്തിന് വേണ്ടി എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. മണിച്ചോള മില്ലറ്റിൻ്റെ. അവിടെ എല്ലാം മഞ്ഞളല്ലേ? മഞ്ഞൾ, കൂവ, ചേമ്പ്, കരിമഞ്ഞൾ, ചീര എല്ലാം ഉണ്ട്. ചേച്ചി തന്ന കൂവ. പക്ഷെ വയലായണ്ടേ നന്നായിട്ട്. ചേച്ചിയുടെ അമ്മിയിലരയ്ക്കുന്ന ചമ്മന്തിയും അതിലൊരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ രസവും ചമ്മന്തിയൊക്കെ കൂട്ടി ഞാനും ചേച്ചിയും കൂടെ ചോറ് കഴിക്കാൻ പോകുന്നല്ലേ ചേച്ചി? മുട്ടയൊന്നും വേണ്ട. ഇത് നമ്മുടെ വിജയകുമാരി ചേച്ചിയുടെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ. ചേച്ചി ഇഷ്ടം പോലെ പായി കിളിർപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 2 തൈ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറേ ഇങ്ങെടുത്ത് തന്നുണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നിപ്പം നടാനുള്ള ശ്രമത്തിലാണ്. ഞാൻ ഇതൊന്ന് റെഡിയാക്കി ഇതിനകത്ത് ഒരു 3-4 തൈ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. വെണ്ട എനിക്ക് 2-3 ഇപ്പം വെണ്ട കായ്ക്കാൻ തുടങ്ങി. അടുത്ത് കായ്ക്കാൻ തുടങ്ങാറായ പൂ വരാറായ വെണ്ടയുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സെറ്റ് വെണ്ട ഇതും കൂടെ റെഡിയാവും. ചേച്ചിക്ക് ആണെങ്കിൽ കൃഷി ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. ചേച്ചിയുടെ സ്വന്തം സ്ഥലമല്ല, എന്നാൽ പോലും സ്വന്തം സ്ഥലം പോലെയാണ് ചേച്ചി എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ പട്ടിയുടെയും ഒക്കെ ശല്യം ഒത്തിരി ഉണ്ട്. എന്നാലും അതെല്ലാം അതിജീവിച്ച് ചേച്ചി ഇഷ്ടംപോലെ, ചേച്ചി ഈ പ്രായത്തിലും ഇഷ്ടംപോലെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാതെ ചേച്ചിയുടെ ജീവിതം അത്രയും കൃഷി, പശു
ആട്, കോഴിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാടക്കോഴിയും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിൽ. ഇപ്പം ആടെല്ലാം കൊടുത്തു കഴിഞ്ഞു. ചേച്ചി അടുത്ത സെറ്റ് എടുക്കാൻ പോവാം. അങ്ങനെ ചേച്ചിയുടെ ജീവിതം തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുക.